وبركاته. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فجعلناهم سلفا ومثلا للآخرين. صدق الله مولانا العظيم. ബഹുമാന്യരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുശാവറ അംഗവും ഈ ജാമിയ ദാറുസ്സലാം അറബിയയുടെ കാര്യദർശിയുമായ ഷെയ്ഖുന എ വി ഉസ്താദ് അവറുകളെ, വന്ദ്യരായ ഗുരുവര്യർ, നമുക്കെല്ലാവർക്കും വിജ്ഞാനം നുകർന്നു തന്ന ഷെയ്ഖുന ഇ കെ ഉസ്താദ്, അതുപോലെ ബഹുമാന്യരായ ഇബ്രാഹിം മുസ്ലിയാർ കാനങ്ങാട്, ബഹുമാനപ്പെട്ട മുണ്ടക്കുളം അബ്ദുൽ ഗഫൂർ ദാരിമി ഉസ്താദ് അവറുകളെ, അതുപോലെ ഈ മഹത്തായ സംഗമത്തിൽ ഒരുമിച്ച് കൂടിയ നമ്മുടെ ദാരിമിമാരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഗമം അവന്റെ പൊരുത്തത്തിലും മഹാനരായ നമ്മുടെ ഷെയ്ഖുനായുടെ ഇഷ്ടത്തിലുമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഇതുപോലെ ഇനിയും ധാരാളം വൈജ്ഞാനിക സംഗമങ്ങൾ, അതുപോലെ വൈജ്ഞാനികമായ ചലനങ്ങൾ, ദാരിമിമാരുടെ തേജസ്സാർന്ന പ്രവർത്തനങ്ങൾ ഇനിയും ഉണ്ടാവാനും സംഗമിക്കാനും നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മൾ ദാരിമിമാർ ഉറങ്ങിക്കിടക്കേണ്ടവരല്ല. നാം ശരിക്കൊന്ന് ഉണർന്ന് പ്രവർത്തിച്ചാൽ ബഹുമാനപ്പെട്ട മഹാനായ ഷെയ്ഖുനായുടെ അവസാന കാലത്തുള്ള പൊരുത്തം സമ്പാദിച്ച ആളുകൾ എന്ന നിലക്ക് ബഹുമാനപ്പെട്ടവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥാപനത്തിൽ പഠിച്ച് വിജ്ഞാനം നേടിയവർ എന്ന നിലക്ക് നമുക്കൊരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്, ബാധ്യതകളുണ്ട്. ആ ബാധ്യതയുടെ ഭാഗമായിട്ട് ഈ ഒരു സംഗമവും ആവണം എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കുകയാണ്. ഇവിടെ വളരെ ചുരുങ്ങിയ വാക്കുകളിലാണ് ഞാൻ എൻ്റെ വിഷയാവതരണം നടത്തുന്നത്. ദീർഘമായ ഒരു വിഷയാവതരണത്തിന്റെ ആവശ്യമില്ല എന്ന് തോന്നുകയാണ്. ഒന്ന്. രണ്ടാമതായിട്ട്, ഇങ്ങനെ നമ്മുടെ ഈ സ്ഥാപനത്തിൽ ഇവിടെ വെച്ചുകാണ്ടൊരു ഒരു സംസാരം എന്നുള്ളത് പണ്ട് സമാജത്തിലൊക്കെ സംസാരിച്ചിരുന്നല്ലാതെ നിർത്താതെ സമാജത്തിൽ സംസാരിച്ചെന്ന് ഓർമ്മയുണ്ട്. എന്നോട് നിർത്താൻ പറയാതെ ഞാൻ നിർത്തൂല എന്ന് പറഞ്ഞിട്ട് ഒരിക്കൽ പ്രസംഗിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്, ബെല്ലടിച്ചിട്ടും നിർത്താതെ. പക്ഷേ അന്നത്തെ അവസ്ഥയിലല്ലോ ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ഒരു സംഗതി പറയുമ്പോൾ ആശങ്കയോടുകൂടി ഉസ്താദുമാരുടെ മുമ്പിൽ എന്തെങ്കിലും പറയുമ്പോൾ അത് എന്താകും എന്നുള്ള ഭയം മനസ്സിൽ വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. നല്ലത് പറയാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സലഫിസം എന്നുള്ള ഈ പ്രയോഗം വഹാബികൾ അവര് അവകാശപ്പെടുന്നൊരു പ്രയോഗമാണ്. ഞങ്ങൾ സലഫ് സാലിഹീങ്ങളായ ആളുകളുടെ പിന്മുറക്കാരാണ് എന്ന അർത്ഥത്തിലാണ് അവരിപ്പോ സലഫികൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സലഫിസം യഥാർത്ഥത്തിൽ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനാൽ സ്ഥാപിതമായ വഹാബിസം,
ആ വഹാബിസം ലോകോത്തരമായിട്ട് അതിനെ അറിയപ്പെട്ടതും അതുപോലെ തന്നെ പ്രമാണങ്ങളിൽ പരിചയപ്പെടുത്തിയതും അൽ വഹാബിയൂൻ, അൽ വഹാബിയത്ത് എന്ന് തന്നെയാണ്. വഹാബികൾ അല്ലെങ്കിൽ വഹാബിസം എന്ന പേരിലാണ് അവർ അറിയപ്പെട്ടിട്ടുള്ളത്. പിന്നീട് ഈ വഹാബിസം ഓരോ നാട്ടിലും എത്തുമ്പോൾ അതിന് വ്യത്യസ്തമായ പേരുകൾ സ്വീകരിക്കാം. നമ്മൾ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം 950-കൾക്ക് ശേഷം അവര് മുജാഹിദുകൾ എന്നാണ് പറഞ്ഞു വരാറുള്ളത്. ഇസ്ലാഹികൾ എന്നും പറയാറുണ്ട്. പക്ഷെ ഓരോ പേരവർ സ്വീകരിക്കുമ്പോഴും അത് കുറച്ചു കാലം കഴിയുമ്പോൾ അവർക്ക് തന്നെ അപകടകരമായി മാറുന്ന, അത് അവരെ തന്നെ തിരിഞ്ഞു കുത്തുന്ന ഒരു സാഹചര്യം വരികയാണ്. അപ്പൊ മുജാഹിദ് എന്നുള്ള പേര്, അതിന്റെ അർത്ഥം എന്താണ്? യുദ്ധം നടത്തുന്നവെന്നാണ്. അത് ആഗോള വ്യാപകമായിട്ട് ടെററിസത്തിന്റെ പ്രതീകമായി ഇസ്ലാമിക വിരുദ്ധ ശക്തികൾ നമ്മളെക്കുറിച്ച് പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് എന്ന നിലക്ക് മുജാഹിദാണ് ഞാൻ എന്ന് പറയാൻ ഇന്ന് ഒരു മുജാഹിദിന് സാധിക്കുന്നില്ല. അപ്പോഴാണ് അവർ സലഫികളാണ് ഞങ്ങൾ എന്നുള്ള ഒരു രൂപത്തിൽ, സലഫികൾ, ഞങ്ങൾ സലഫികളാണ് എന്ന് വെച്ചാൽ ഞങ്ങൾ സലഫുകളായ, സലഫുസാലിഹീങ്ങളായ സഹാബത്ത്, താബിഈങ്ങൾ, ഇവരുടെ മാർഗത്തെ അനുധാവനം ചെയ്യുന്നവരാണ് എന്നുള്ള ഒരു നാമകരണവുമായിട്ടാണ് അവർ മുന്നോട്ട് വന്നത്. പക്ഷെ ഇപ്പൊ ഏറ്റവും പുതിയ പശ്ചാത്തലത്തിൽ സലഫികളാണ് ഞങ്ങൾ എന്ന് പറയാൻ ഇന്ന് നമ്മുടെ നാട്ടിലുള്ള, കേരളത്തിലെ പ്രത്യേകിച്ചും മുജാഹിദുകൾക്ക് പറയാൻ പറ്റാത്ത ഏറ്റവും പ്രതിസന്ധിപൂർണമായ ഒരവസ്ഥയിൽ അവർ എത്തിപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങൾ സലഫികളാണെന്ന് പറയാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല. അതിന് കാരണം കേരളത്തിൽ നിന്ന് ഈയിടെയായിട്ട് ഒരു 21 ആളുകളെ പിടിച്ചുകൊണ്ടുപോയി. അവര് തീവ്ര സലഫിസം സ്വീകരിച്ചുകൊണ്ട് അവർ യമനുമായി ബന്ധപ്പെട്ട് തീവ്രമായ സലഫി ആശയഗതിയിലേക്ക് പോയവരാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ വരികയും അവർ IS-ന്റെ റിക്രൂട്ട്മെന്റിൽ ഉൾപ്പെട്ടവരാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ വരികയും അന്യങ്ങൾ ശക്തമായിട്ടുള്ള ഏതികളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ തീവ്രവാദ പശ്ചാത്തലം ഒരുക്കിയത് സലഫിസം എന്ന് പറയുന്ന ഇസമാണ് എന്നുള്ള ഒരു റിസൾട്ടിലേക്ക് ഇന്ന് നമ്മുടെ രാജ്യത്തുള്ള ഭരണവിഭാഗവും അതുപോലെ തന്നെ പോലീസ് സംവിധാനമൊക്കെ എത്തിപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ സലഫികളാണ് എന്നുപോലും ഇപ്പോൾ പറയാൻ ഒരു മുജാഹിദിന് സാധിക്കുന്നില്ല. ഇപ്പൊ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, സാധാരണ ഇപ്പൊ നമ്മൾ ഓൺലൈനിലൊക്കെ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് അറിയാം, മുജാഹിദുകളേറ്റ് നമ്മളൊരു ആശയപരമായിട്ട് ഒരു സംവാദമോ ഒരു ചർച്ചയോ നടത്തുകയാണെങ്കിൽ നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ട മുജാഹിദാണ് എന്ന് പറയാൻ അവർക്ക് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ഇന്ന മുജാഹിദ് നേതാവിനെ അംഗീകരിക്കുന്നവരാണ്, അല്ലെങ്കിൽ കേരളത്തിലുള്ള പഴയകാല മുജാഹിദ് നേതാക്കളെ അംഗീകരിക്കുന്നവരാണ്, അവരെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നവരാണ് എന്ന് പോലും പറയാൻ ഇന്ന് മുജാഹിദുകൾക്കാകാത്ത വിധം വളരെ പ്രതിസന്ധിയിലാണ് അവർ അകപ്പെട്ടിട്ടുള്ളത്. ഈ സന്ദർഭത്തിൽ എന്താണ് സലഫിസം, അത് എങ്ങനെയാണ് കാട് കയറിയത് എന്നുള്ളത് ആരാണ് ആ വിഷയട്ടത്? രണ്ട് ദ്വയാർത്ഥമുള്ളൊരു പ്രയോഗമാണ് കാട് കയറിയത് എന്ന് പറഞ്ഞാൽ തീവ്രമായി സലഫിസത്തിന്റെ മൂർച്ച കൂടിയത് എന്ന അർത്ഥവുമാക്കാം, അല്ലെങ്കിൽ നാട് വിട്ടിട്ട് കാട്ടിക്ക് പോയ സലഫികൾ എന്ന അർത്ഥത്തിലും ആക്കാം. ഏതായാലും രണ്ടും ഇന്നത്തെ സലഫികളെ സംബന്ധിച്ച് വളരെ അനുയോജ്യമായിരിക്കുകയാണ്. ഈ സലഫിസത്തിന്റെ അതിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് നജ്ദിലാണ്. ശരിക്കും ഇബ്നു തൈമിയാണ് അതിന്റെ സൈദ്ധാന്തികനെങ്കിലും അതൊരു പ്രസ്ഥാനമായി രൂപപ്പെടുന്നത് നജ്ദിലാണ്. നജ്ദ് എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഇന്ന് വളരെ തർക്കം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. എവിടെയാണ് നജ്ദ് എന്ന് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ദുആർന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ഷാമിനാ വബാരിക് ലനാ ഫീ യമനിനാ. ഹദീസിന്റെ പദം അങ്ങനെ തന്നെ ഇക്കോളന്നില്ല, ആശയമാണ് ഞാൻ പറയുന്നത്. അല്ലാഹുവേ, ഷാമിലും യമനിലും ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണമേ. ആ സമയത്ത് നജ്ദിൽ എന്ന് പറഞ്ഞ സഹാബി പറഞ്ഞു, വഫീ ഷാമിന വഫീ നജ്ദിന, നജ്ദിലും ബർക്കത്തിന് വേണ്ടി ദുആർക്കണം നബി എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആർന്നില്ല. ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആർന്നില്ല. പിന്നെന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്? നബി പറഞ്ഞു, ഹുനാലിക സലാസിലു വൽ ഫിതൻ വബിഹാ യത്ലഉ ഖർനു ശൈത്താൻ. അവിടെ പ്രകമ്പനങ്ങളാണുള്ളത്, അവിടെ കുഴപ്പങ്ങളാണുള്ളത്, അവിടെ പിശാചിന്റെ കൊമ്പ് മുളക്കുന്ന സ്ഥലമാണ് എന്നൊക്കെ പറയുകയുണ്ടായി. അപ്പൊ പിശാചിന്റെ കൊമ്പാണ്. ആ നജ്ദ് ഏതാണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ നേരെ കിഴക്കോട്ട് തിരിഞ്ഞിട്ടാ പറയുന്നത്. ആ നജ്ദ് ഏതാണ്?
ഇന്നിപ്പോ മുജാഹിദുകൾ പറയുന്നത് ആ നജിദ് എന്ന് പറഞ്ഞാൽ നേരെ വടക്കുള്ള ഇറാഖാണ് എന്നാണ്. ആ നജിദ് എന്ന് പറഞ്ഞാൽ നേരെ വടക്കുള്ള ഇറാഖാണ്. അതിന് ഫത്തുഹുൽ ബാരിയുടെ ഒരു ഇബാറത്തും അവർ തെളിവായി ഉദ്ധരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ ഇറാഖ് ഫത്തുഹുൽ ബാരിയിൽ അത് ഇറാഖിന്റെ പ്രവിശ്യകളാണെന്ന് പറയുന്ന ആ ഇറാഖ് എന്ന് പറയുന്നത് വിശാലാർത്ഥത്തിലുള്ള ഇറാഖാണ്. എന്ന് വെച്ചാൽ ഇന്ന് കാണുന്ന സങ്കുചിത ഭൂപടമായ ഇറാഖ് അല്ല, മറിച്ച് വിശാലാർത്ഥത്തിലുള്ള ഇറാഖാണ്. മുഅ്ജമുൽ ബുൽദാനിൽ ആ വിഷയം പറയുന്നുണ്ട്. ഇറാഖ് എന്നുള്ളത് വിശാലാർത്ഥത്തിൽ പറയപ്പെടാറുണ്ട്. ആ വിശാലാർത്ഥത്തിൽ പറയപ്പെടുന്ന ഇറാഖിൽ മദീനയുടെ നേർ കിഴക്ക് സ്ഥിതി ചെയ്യുന്ന നജിദും ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മശ്രിഖിന്റെ നേർക്ക് തിരിഞ്ഞിട്ടാ പറഞ്ഞത്, ഹുനാലിക സലാസിലു വൽ ഫിതൻ വബിഹാ യത്ലു ഖർനു ശൈത്താൻ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ തിരിഞ്ഞു നിന്ന ആ നാട് നജിദാണ്. അത് ആ കാലത്തെ പിന്നെ പടം അനുസരിച്ചുകൊണ്ട് അത് ഒരുപക്ഷെ ഇറാഖിന്റെ വിശാലാർത്ഥത്തിൽ ഉൾപ്പെട്ടതായിരിക്കാം. അതുകൊണ്ടായിരിക്കാം മഹാന്മാർ അവരുടെ കിതാബുകളിൽ അത് ഇറാഖിന്റെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള നജിദിലാണ്. ആ നജിദിൽ ഹിജറ 1100കളുടെ 1111 എന്നും പറയപ്പെടുന്നുണ്ട്, 15 എന്നും പറയപ്പെടുന്നുണ്ട്. അങ്ങനെ 1111 അല്ലെങ്കിൽ 15 ജന്മം കൊള്ളുകയും അവിടെ 1206 മരിച്ചു പോവുകയും ചെയ്ത മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാണ് യഥാർത്ഥത്തിൽ സലഫി പ്രസ്ഥാനം അല്ലെങ്കിൽ വഹാബി പ്രസ്ഥാനം എന്ന് ഈ പറഞ്ഞ ഈ പ്രസ്ഥാനത്തിന് രൂപകൽപ്പന നടത്തിയത്. എന്താണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഇവിടെ നടത്തിയത്? അയാൾ ഇവിടെ കൊണ്ടുവന്നത് എന്തൊക്കെയാണ്? ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് എങ്ങനെയാണ് സലഫി പ്രസ്ഥാനം കാട് കയറുന്നത് എന്ന് നമുക്ക് അപ്പോഴേ മനസ്സിലാവുള്ളൂ. പെട്ടെന്ന് നമ്മൾ ഇന്ന് കാണുന്ന സമകാലിക ചുറ്റുപാടുകളിലൂടെ ചിന്തിച്ചു നോക്കുമ്പോൾ ചിലപ്പോ മുജാഹിദുകൾക്ക് നമ്മളോട് ചോദിക്കാറുണ്ട്, കേരളത്തിലുള്ള മുജാഹിദുകൾക്ക് എന്താ കുഴപ്പം? അവർ നവോത്ഥാനത്തിന്റെ ആളുകളല്ലേ, വിദ്യാഭ്യാസത്തിന്റെ ആളുകളല്ലേ, അങ്ങനെയുള്ള ആളുകളല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഇവരുടെ അടിസ്ഥാനപരമായ അവരുടെ ബേസ് പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇവർ ചെയ്ത കാര്യങ്ങൾ ഒരു മുസ്ലിമിനെ ശക്തനായ ഭീകരവാദിയാക്കുന്ന ഒരു ഇസമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമതായിട്ട് ഇയാൾ ഇവിടെ ചെയ്തത് സാലിഹീങ്ങളോടുള്ള ഒരു മുസ്ലിമിന്റെ സഹവാസത്തെ അവർ എന്ത് ചെയ്തു? പറിച്ചു മാറ്റി എന്നുള്ളതാണ്. സാലിഹീങ്ങളുള്ള സഹവാസം അത് അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ അടിസ്ഥാന ആശയമാണ്. സാലിഹീങ്ങളോടുള്ള സഹവാസം ഒരുപാട് ഉദാഹരണങ്ങൾ പറയാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു ഹദീസ് സഹീഹുൽ ബുഖാരിയിൽ കാണാം, ബാബു മനിസ്തആന ബിദ്ദുഅഫാഇ വസ്സാലിഹീന ഫിൽ ഹർബി. പ്രതിസന്ധി വേളയിൽ സാലിഹീങ്ങളോട് സഹായം അല്ലെങ്കിൽ സാലിഹീങ്ങളെ കൊണ്ട് സഹായം തേടുന്നവനെ കുറിച്ച് പറയുന്ന അധ്യായം. അതിന്റെ അർത്ഥം ബിദുആഇഹിം വബിബറകതിഹിം എന്നാണ്. സാലിഹീങ്ങളുടെ ദുആ ബറക്കത്ത് കൊണ്ട് സഹായം ചോദിക്കുക. ഇവിടെ 2 ഹദീസാണ് സഹീഹുൽ ബുഖാരിയിൽ കൊണ്ടുവന്നത്. 2 ഹദീസ്. ഒന്ന് ഹൽ തുർസഖൂന എന്ന് പറയുന്ന ഹദീസ്, ഇല്ലാ ബിദുഅഫാഇക്കും എന്ന് പറയുന്ന, ഹൽ തുർസഖൂന വതുൻസറൂന ഇല്ലാ ബിദുഅഫാഇക്കും ഔ കമാ ഖാൽ, അങ്ങനെ പറയുന്ന ഹദീസ്. രണ്ടാമത്തെ ഹദീസ് എന്താണ്? ഒരു കാലഘട്ടം വരും, അന്ന് യുദ്ധമുണ്ടാകും. അപ്പൊ ചോദിക്കപ്പെടും, ഹൽ ഫീക്കും മൻ സഹിബൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളെ കൂട്ടത്തിൽ നബിയോട് സഹവസിച്ച സ്വഹാബിമാരുണ്ടോ? ഉണ്ടെന്നാണെങ്കിൽ നഅം എന്നാണ് മറുപടിയെങ്കിൽ അവർക്ക് ഫയുഫ്തഹു ലഹും, അവർക്ക് വിജയമുണ്ടാകും. പിന്നെ യുദ്ധം വരുമ്പോൾ സ്വഹാബത്തിനോട് സഹവസിച്ചവരുണ്ടോ? ഉണ്ടെന്നാണെങ്കിൽ അവർക്ക് വിജയമുണ്ടാകും. പിന്നെ ആ താബിഈങ്ങളോട് സഹവസിച്ച താബിഈങ്ങളുണ്ടോ? ഉണ്ട് എന്നാണ് മറുപടിയെങ്കിൽ അവർക്ക് വിജയമുണ്ടാകും. അപ്പൊ അവർക്ക് വിജയമുണ്ടാകും. അതിന് കാരണം മഹാന്മാരായ സാലിഹീങ്ങളുടെ സാന്നിധ്യവും അവരുടെ ബറക്കത്തും അവരുടെ ദുആയുമാണ് അതിന് കാരണം. അല്ലാതെ ആൾബലമല്ല, ആയുധത്തിന്റെ ശക്തിയല്ല, മറിച്ച് മഹാന്മാരുടെ ബറക്കത്ത് എവിടെയുണ്ടോ അവിടെ മുസ്ലിമീങ്ങൾക്ക് വിജയം ഉണ്ടായിട്ടുണ്ട്. ഏത് യുദ്ധം പരിശോധിച്ച് നോക്കിയാലും, ബദർ യുദ്ധമാവട്ടെ, ഉഹദ് യുദ്ധമാവട്ടെ, ഖുദ്സ് യുദ്ധമാവട്ടെ, ഇനി കേരളത്തിൽ പഴയ കാലത്തുണ്ടായിരുന്ന യുദ്ധങ്ങളാവട്ടെ, ഏത് നമ്മൾ പരിശോധിച്ച് നോക്കിയാലും മഹാന്മാരുടെ സാന്നിധ്യം കൊണ്ടും ബറക്കത്ത് കൊണ്ടുമാണ് അവിടെ വിജയമുണ്ടായിട്ടുണ്ടാകുക. അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ ആ ഒരു ആത്മീയമായ ഇസ്ലാമിന്റെ ബലത്തെ മുറിച്ചു മാറ്റുക എന്നതാണ് ഇവിടെ സലഫുകൾ ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇന്ന് മുസ്ലിമീങ്ങളെ ഛിദ്രമാക്കാനും മുസ്ലിമീങ്ങളെ രാഷ്ട്രീയ ശക്തിയെ നശിപ്പിക്കാനും ഭരണരംഗത്ത് നിന്ന് മുസ്ലിമീങ്ങളെ ഉന്മൂലനം ചെയ്യാനൊക്കെ അമേരിക്കക്കും ബ്രിട്ടനൊക്കെ എളുപ്പത്തിൽ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്?
പാശ്ചാത്യ ശക്തികൾക്കും റഷ്യക്കൊക്കെ എളുപ്പത്തിൽ സാധിക്കുന്നത് ഈ ഒരു തത്വത്തിൽ നിന്ന് മുസ്ലിം ലോകത്തെ അടർത്തി മാറ്റുന്നതിൽ നല്ലൊരു ശതമാനം വഹാബികൾ വിജയം വരിച്ചു എന്നതാണ്. സലഫികളുടെ വിജയമാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം. അപ്പൊ ഇത് പറയുമ്പോൾ സലഫി നമ്മൾ ആശയപരമായിട്ട് അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്താണ്? അതൊക്കെ ജീവിച്ചിരിപ്പുള്ള ബദരീങ്ങളെ പറ്റി പറഞ്ഞതല്ലേ? ജീവിച്ചിരിപ്പുള്ള ബദരീകളുടെ ബറക്കത്തല്ലേ പറഞ്ഞത്? മരിച്ചുപോയവർക്ക് എന്ത് ബറക്കത്താണുള്ളത് എന്ന് അവർ ചോദിക്കാറുണ്ട്. അതാണ് ജീവിച്ചിരിപ്പുള്ള ബദരീങ്ങളും മരിച്ചുപോയ ബദരീങ്ങളും എന്നൊരു പുസ്തകം തന്നെ ഉണ്ട്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താണ്? സഹീഹുൽ ബുഖാരിയിൽ കാണാം, ഇന്ന മിനശ്ശജരി ലമാ ബറകതുഹു കബറകത്തിൽ മുസ്ലിം. മരങ്ങളെ കൂട്ടത്തിലുള്ള ഈന്തപ്പന മരത്തിന്റെ ബറക്കത്ത് എന്ന് പറയുന്നത് മുസ്ലിമിന്റെ ബറക്കത്ത് പോലെയാണ്. ഈന്തപ്പന മരം ഉണങ്ങിയാലും പച്ചയായാലും ഒക്കെ അതിന്റെ ബറക്കത്തുണ്ട്. അതുപോലെയാണ് വഖദാലിക ബറക്കത്തുൽ മുസ്ലിമി ആമ്മത്തുൻ ഫീ ജമീഇൽ അഹ്വാലി വനഫഉഹു മുസ്തമിറുൻ ലഹു വലിഗൈരിഹി ഹത്താ ബഅദ മൗതിഹി. മുസ്ലിമിന്റെ ബറക്കത്തും അതുപോലെയാണ്. അത് ഏത് സന്ദർഭത്തിലും നിലനിൽക്കുന്നതാണ്. അത് തനിക്കും മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്നതാണ്. ഹത്താ ബഅദ മൗതിഹി, മരിച്ചാലും ആ ബറക്കത്ത് തനിക്കും മറ്റുള്ളവർക്കും ലഭിക്കും എന്നാണ് ഈ ഹദീസിന്റെ അർത്ഥം എന്ന് ഈ ബുഖാരിയുടെ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഫത്ഹുൽ ബാരിയിൽ ഹാഫിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. അപ്പൊ ഒന്നാമതായിട്ട് സലഫികൾ ഇവിടെ ചെയ്തത് ഇസ്ലാമിന്റെ ശക്തിയായ അതിന്റെ ആത്മീയമായ ബലമാകുന്ന സാലിഹീങ്ങളുമായിട്ടുള്ള സമ്പർക്കവും അവരെ കൊണ്ടുള്ള തബറുക്കും മുസ്ലിമീങ്ങളിൽ നിന്ന് അർത്ഥമാറ്റി. ഇതാണ് സലഫി പ്രസ്ഥാനം നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട തത്വം, അഥവാ ഇസ്ലാമിന്റെ ആത്മീയതയെ അവർ വേരറുത്തു. രണ്ടാമതായിട്ട് അവർ ചെയ്തത് പ്രമാണങ്ങളെ കേവലം അക്ഷരവായനയിൽ ഒതുക്കി എന്നുള്ളതാണ്. ഇതിനെന്താ പറയാ? ഇംഗ്ലീഷിലെന്തോ പറയാറുണ്ടല്ലോ, ലിറ്ററസി. ഇംഗ്ലീഷ് അറിയുന്ന ആളുകൾക്ക് അറിയാം, നമുക്കത് അറിയാത്തതുകൊണ്ട് നമ്മൾ അതിന് ഇംഗ്ലീഷ് പറയുന്നില്ല എന്ന് മാത്രം. പ്രമാണത്തെ കേവലം അക്ഷരവായന ഒതുക്കി. പുസ്തകങ്ങൾ നോക്കിയിട്ട് ഇസ്ലാം പഠിക്കുക എന്നുള്ള രീതിയായി. ഏതവനും പുസ്തകം നോക്കിയിട്ട് ഇസ്ലാം പഠിക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ എന്റെ മൊബൈലിൽ ഇന്ന് ഒരു വഹാബി ഒരു ഇബാറത്തിനെ കുറിച്ച് എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അയാൾ ചോദിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു. ഈ ഇന്നമാ വലിയുക്കും എന്ന് പറഞ്ഞ വലിയന്റെ അർത്ഥം സഹായി എന്ന് ഏത് തഫ്സീറിലാണ് പറഞ്ഞിട്ടുള്ളത്? അപ്പൊ ഞാൻ ഒന്ന് രണ്ട് തഫ്സീർ അദ്ദേഹത്തിന് മറുപടിയായിട്ട് ഇന്ന് പോരുമ്പോ വണ്ടിയിൽ ഇരുന്ന് കണ്ട് എഴുതി കൊടുത്തു. അപ്പൊ അദ്ദേഹം അതിന്റെ ആ പേജ് അയച്ചു തരാൻ വേണ്ടി പറയണം. ഈ പറയുന്ന ആള് കേവലം ഒരു സാധാരണക്കാരനാണ്. അവന് ഇമാമിങ്ങളുടെ ഇബാറത്തിന്റെ മറി അറിയാത്ത ആളാണ്. അതെങ്ങനെ അർത്ഥം വെക്കണം, അതിന്റെ മഫ്ഹൂം എന്താണ്, അതിന്റെ മന്ദൂക്ക് എന്താണ്, അത് എവിടേക്ക് പറഞ്ഞതാണ്, അതിന്റെ മുറാദ് എന്താണ്, ഇതൊന്നും അറിയാത്തൊരു സാധാരണക്കാരനാണ് വലിയ പണ്ഡിതന്മാർ കൈകാര്യം ചെയ്യുന്ന ബൃഹത്തായ ഗ്രന്ഥങ്ങളെ അനാവരണം ചെയ്യുന്നത്. അപ്പോ കേവലം ഹർഫുകൾ കൂട്ടി വായിച്ചിട്ട് എന്തൊക്കെയോ മനസ്സിലാക്കുക എന്ന രീതിയിലേക്ക് ഒരു തലമുറയെ സൃഷ്ടിച്ചെടുത്തു എന്നുള്ളതാണ് സലഫിസം ചെയ്ത ഏറ്റവും വലിയ. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും, പക്ഷേ ആ ഉദാഹരണങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ പ്രവേശിക്കുന്നില്ല. മൂന്നാമതായിട്ട് പ്രമാണമായ ഖുർആനിനെയും ഹദീസിനെയും, ഇജ്മാഉം ഖിയാസുമിനെ ആദ്യം തന്നെ അവർ തള്ളിയിട്ടുണ്ടല്ലോ. ഖുർആനും ഹദീസ്, അത് തന്നെ സഹീഹായ ഹദീസ്, അത് തന്നെ ബുഖാരിയിലുള്ള ഹദീസ്, അത് തന്നെ അസഹായ ഹദീസ്, അങ്ങനെ പറഞ്ഞ് റസൂലുള്ള തന്നെ പ്രമാണമല്ല എന്നുള്ളിടത്തേക്കാണ് അവർ പോകുന്നത്. അതെന്തോ ആയിക്കോട്ടെ, പ്രമാണങ്ങളെ മനസ്സിലാക്കാൻ പ്രാമാണികരെ അവലംബിക്കാതെ സ്വയം മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് സലഫികൾ ചെയ്ത ഒരു പ്രധാന പ്രശ്നം. അതിന്റെ ഭാഗമായിട്ടാണ് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം. കാണാൻ എന്ത് മൊഞ്ചുള്ള മുദ്രാവാക്യ, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം. എന്നിട്ട് അവർ ചോദിക്കും നമ്മളോട്, ആദം നബി അലൈഹി സ്വലാം മുതൽക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരേക്കുമുള്ള ഏതെങ്കിലും ഒരു പ്രവാചകൻ അള്ളാഹു അല്ലാത്ത ആരോടെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഖുർആനിൽ ഒരുപാട് പ്രാർത്ഥനകൾ പറഞ്ഞിട്ടില്ലേ? ഈ പ്രാർത്ഥനകളിൽ ഏതെങ്കിലും ഒരു പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരോട് നടത്തിയിട്ടുണ്ടോ? അപ്പൊ കേൾക്കാൻ നല്ല മൊഞ്ചുള്ള, സാധാരണക്കാർ പെട്ടെന്ന് പെട്ടുപോകുന്ന ചിന്താശൂന്യമായ കുറെ ചോദ്യങ്ങൾ. അപ്പൊ ഇതിനൊക്കെ ഈ ചോദ്യങ്ങളിലേക്ക് ഇവർ എത്തിപ്പെട്ടത് പ്രമാണങ്ങളെ അഥവാ ഖുർആനിനെയും ഹദീസിനെയും അവർ മനസ്സിലാക്കുന്നത് പ്രാമാണികരിലൂടെയല്ല. എത്രയോ ഉദാഹരണങ്ങൾ കാണും. ഇപ്പൊ നമ്മൾ സാധാരണ ഇവരേറ്റ് സമ്പർക്കം പുലർത്തുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയട്ടെ. അപ്പൊ അടുത്ത് ഒരാളേറ്റ് സംസാരിച്ചു. അപ്പോ അയാൾ പറയാണ്, ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബിഹി അഹദൻ ഇല്ലാ മൻ ഇർതദാ മിർ റസൂൽ.
ഗൈബറിയുന്നവനാണ് അള്ളാഹു. അവന്റെ ഗൈബിന്റെ മേൽ ഒരാൾക്കും അവൻ വെളിപ്പെടുത്തൂല, അവൻ പൊരുത്തപ്പെട്ട തൃപ്തിപ്പെട്ട അവന്റെ ദൂതന്മാർക്കൊഴികെ. അപ്പൊ ഔലിയാക്കൾക്ക് ഗൈബറിയില്ല എന്നൊറ്റ വായനയാണ്. മറഞ്ഞ കാര്യങ്ങൾ ഔലിയാക്കൾക്ക് അറിയില്ല, ഈ ആയത്ത് പിടിച്ചിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, സഹോദര, അങ്ങനെയാണെങ്കിൽ വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമാ എന്ന് ഖദർ അലൈഹിസ്സലാം നബിയാണെന്നും വലിയാണെന്നും ബലപ്പെട്ട അഭിപ്രായങ്ങളുണ്ടല്ലോ. വലിയാണ് എന്ന അഭിപ്രായ പ്രകാരം വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമാ, ഈ ആയത്തിനെ നിങ്ങൾ എവിടെ കൊണ്ടുവെക്കും? വഔഹൈനാ ഇലാ ഉമ്മി മൂസ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ മാതാവിന് നാം വഹ്യ് അറിയിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഭാവിയിൽ നടക്കാനിരിക്കുന്ന ഒരുപാട് പ്രതിഭാസങ്ങളെ, സംഭവവികാസങ്ങളെ കുറിച്ച് നേരത്തെ വിവരം കൊടുത്തത് ഖുർആൻ പറയുന്നുണ്ടല്ലോ. ഈ ആയത്തിനെ നിങ്ങൾ എവിടെ കൊണ്ടുപോയി വെക്കും? വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ, മലക്കുകൾ സുജൂദ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ സുജൂദിന് കാരണമായിട്ട് ആദം അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഇൽമ്, ലോകത്തെ സർവ്വ ഇൽമുകളും പഠിപ്പിച്ചു കൊടുത്തു. അതിങ്ങനെ ഭൂമിയിലേക്ക് നബിയായിട്ട് ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടൊന്നുമില്ലല്ലോ. ആ ആയത്തിന് നിങ്ങൾ എവിടെ കൊണ്ടുപോയി വെക്കും? എല്ലാ ഉമ്മത്തിലും മുൽഹമീങ്ങളുണ്ട്, അല്ലെങ്കിൽ മുഹദ്ദസീങ്ങളുണ്ട്. എന്റെ ഉമ്മത്തിൽ ഇൽഹാമിന്റെ ഇൽമുള്ള ആളാണ് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എന്ന് അറിയിക്കുന്ന ഹദീസ്. ആ ഹദീസിന് നിങ്ങൾ എവിടെ കൊണ്ടുപോയി വെക്കും? അപ്പൊ അതിനൊന്നും മറുപടിയില്ല. അതൊക്കെ പറഞ്ഞാലും എന്നാലും ആലിമുൽ ഗൈബി ഫലാ യുദ്ഹിറു അലാ ഗൈബി, അവിടെ അങ്ങനെ അല്ലേ പറഞ്ഞത്, അവിടെ അങ്ങനെയല്ലേ പറഞ്ഞത്. അതുകൊണ്ട് അതാണ് വിശ്വസിക്കുക. യഥാർത്ഥത്തിൽ കേവലം പുസ്തക വായനയിലൂടെ പ്രമാണത്തെ മനസ്സിലാക്കാൻ പാടില്ല എന്നതിന് വളരെ വ്യക്തമായിട്ട് മഹാനായ ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു പറയാം. അത് പാടില്ല എന്നുള്ളതിന്റെ ഒരു രേഖ ഞാൻ ഇവിടെ പണ്ഡിതന്മാരായതുകൊണ്ട് ഉദ്ധരിക്കാം. ഖാലു, ഉലമാക്കൾ പറയാണ്, വലാ യഖുദുൽ ഇൽമ ഇല്ലാ മിമ്മൻ കമുലത് അഹ്ലിയതുഹു വളഹറത് ദിയാനതുഹു വതഹഖഖത് മഅരിഫതുഹു വസ്തഹറത് സിയാനതുഹു വസിയാദതുഹു. ഇൽമ പഠിക്കേണ്ടത് പൂർണ്ണ അർഹതയുള്ള, വ്യക്തമായ മാതൃകയുള്ള, ഉറപ്പുള്ള അറിവുള്ള ഇങ്ങനെയുള്ള നല്ല ഉസ്താദുമാരിൽ നിന്ന് മാത്രമേ പഠിക്കാൻ പറ്റുകയുള്ളൂ. എന്നിട്ട് പിന്നെ അദ്ദേഹം പറയാം, ബഹുമാനപ്പെട്ടവർ പറയാം, വലാ തഖുദിൽ ഇൽമ മിമ്മൻ കാന അഖദഹു ലഹു മിൻ ബുതൂനിൽ കുതുബി മിൻ ഗൈരി ഖിറാഅത്തിൻ അലാ ശുയൂഖിൻ ഔ ശൈഖിൻ ഹാദിഖിൻ ഫമൻ ലം യഖുദഹു ഇല്ലാ മിനൽ കുതുബി യഖഉ ഫി തസ്ഹീഫി വയക്സുറു മിൻഹുൽ ഗലതു വത്തഹരീഫ്. കേവലം പാരായണത്തിലൂടെ ഇൽമ പഠിക്കുന്നവർക്ക് ധാരാളം അബദ്ധങ്ങൾ സംഭവിക്കാനിടയുണ്ട്. ഈ അബദ്ധങ്ങളാണ് യഥാർത്ഥത്തിൽ സലഫി പ്രസ്ഥാനത്തെ ഇന്ന് ഈ കോലത്തിലാക്കാൻ കാരണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഇവര് ഉണ്ടാക്കിയെടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തക്ഫീറാണ്. പണ്ട് ഖവാരിജുകൾ തുടങ്ങി വെച്ച തക്ഫീർ, മുസ്ലിമീങ്ങളെ കാഫിറാക്കുക. ഇതിവരുടെ സ്ഥിരം പണി, മുസ്ലിമീങ്ങളെ കാഫിറാക്കുക. എത്രത്തോളം? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അയാളുടെ കശ്ഫ് ശുബ്ഹാത്തിന്റെ 4-ാമത്തെ പേജിൽ പറയുന്നുണ്ട്. ഈ വാർത്ത ഞാൻ ഒക്കെപ്പാടെ വായിക്കുന്നില്ല. അദ്ദേഹം പറയുന്നുണ്ട്, അമ്പിയാക്കളെയും മലക്കുകളെയും സാലിഹീങ്ങളെയും സമീപിക്കുക എന്നതാണ്, ഇതേ കാര്യമാണ് മുശ്രിക്കീങ്ങൾ പഴയ കാലത്ത് ചെയ്തത് എന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തുള്ള ആ മുശ്രിക്കീങ്ങളെക്കാൾ കടുത്ത മുശ്രിക്കീങ്ങളാണ് ഇന്നത്തെ മുസ്ലിമീങ്ങൾ. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറയാം, ഇന്നത്തെ മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ നജ്ദിലുള്ള മുസ്ലിമീങ്ങൾ മാത്രമല്ല, മദീനയിലുള്ള മുസ്ലിമീങ്ങൾ വരെ അള്ളാഹുവിന്റെ റസൂലിന്റെ റൗദയിൽ ചെന്നുകൊണ്ട് സിയാറത്ത് ചെയ്യുന്ന മുസ്ലിമീങ്ങൾ വരെ അബൂജഹലിനേക്കാൾ കടുത്ത മുശ്രിക്കീങ്ങളാണ് എന്ന് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എഴുതി വെച്ചു. എവിടെ എഴുതി വെച്ചത്? അദ്ദേഹത്തിന്റെ ഉസൂലുൽ ഈമാൻ എന്ന ആ ഗ്രന്ഥത്തിന്റെ ഒരു വരി നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഉസൂലുൽ ഈമാൻ, അതിൽ അദ്ദേഹം പറയാണ്, ഇന്ന മുശ്രിക്കി സമാനിന. കണ്ടോ, ഉസൂലുൽ ഈമാൻ ഇബ്നു അബ്ദുൽ വഹാബ് പറയാം, ഇന്ന മുശ്രിക്കി സമാനിന അഗ്ലബു ശിർകം മിനൽ അവ്വലീന. ആദ്യകാല മുശ്രിക്കീങ്ങളെക്കാൾ കടുകടുത്ത മുശ്രിക്കീങ്ങളാണ് ഇന്നത്തെ മുശ്രിക്കീങ്ങൾ. ലിഅന്നൽ അവ്വലീന യുശ്രികൂന ഫിർ റഖാൽ വയുഖ്ലിസൂന ഫിശ്ശിദ്ദ. കാരണം ആദ്യകാല മുശ്രിക്കീങ്ങൾ ക്ഷേമഘട്ടത്തിലെ അവർ മുശ്രിക്കീങ്ങൾ ആവാറുള്ളൂ,
അതുപോലെ പ്രയാസഘട്ടത്തിൽ അവർ മുഖ്ലിസീങ്ങളുമാണ്. അതേസമയത്ത് ഇന്നത്തെ മുശ്രിക്കീങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രയാസമുള്ള സമയത്ത്, മറ്റൊരു പ്രയാസമുള്ള സമയത്ത് നന്നായിരുന്നു, നമ്മൾ പ്രയാസമുള്ള സമയത്ത് നേരെ മമ്പുറത്തേക്ക് മണ്ടുക എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഓടുകയാണ്. والدليل قوله تعالى فإذا ركبوا في الفلك دعوا الله مخلصين له الدين فلما نجاهم إلى البر إذا هم يشركون. അൻകബൂത്ത് സൂറത്തിന്റെ 65-ാമത്തെ ആയത്താണ് അതിന് അയാൾ ദുർവ്യാഖ്യാനിച്ചത്. മുശ്രിക്കീങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുള്ള മുശ്രിക്കീങ്ങൾ അവർ കപ്പലിൽ സഞ്ചരിക്കുമ്പോൾ ഇഖ്ലാസോടുകൂടി അള്ളാഹുവിനോട് ദുആർക്കും. പക്ഷേ അവരെ കരയിലേക്ക് രക്ഷപ്പെടുത്തിയാലോ വീണ്ടും അവർ മുശ്രിക്കീങ്ങളാകുന്നു. ഈ ആയത്തിനെയാണ് അയാൾ തെളിവാക്കിയത്. യഥാർത്ഥത്തിൽ ഈ ആയത്ത് തെളിവല്ല. കാരണം ഈ ആയത്തിന് 2 തഫ്സീറാണ് കൊടുത്തിട്ടുള്ളത്. ബൈദാവി പോലുള്ള കിതാബിലൊക്കെ കൊടുത്ത തഫ്സീർ എന്താണ്? അവര് കപ്പലിൽ കയറുമ്പോൾ അള്ളാഹുവിനോട് മാത്രമായിട്ട് ദുആർക്കും എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ അങ്ങനെയാണ് എന്നാണ്. നമുക്ക് നോക്കുമ്പോൾ അങ്ങനെ തോന്നുന്നേ ഉള്ളൂ. പക്ഷേ വഖുലൂബുഹും മശ്ഹൂനത്തും ബിശ്ശിർക്കി, അവരുടെ കൽബിൽ അപ്പോഴും ശിർക്ക് കുടികൊള്ളുകയാണ് എന്നാണ് തഫ്സീറുൽ ജമലിൽ കാണാം. അതാണ് ഒരു തഫ്സീർ. രണ്ടാമത്തെ തഫ്സീർ എന്താണ്? രണ്ടാമത്തെ തഫ്സീർ മരണത്തെ മുഖാമുഖം കാണുന്ന ആ പ്രത്യേക ഘട്ടത്തിൽ, തിരമാലകൾ ഇങ്ങനെ കപ്പലിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി വരച്ചുകൊണ്ടിരിക്കുന്ന ആ ഘട്ടത്തിൽ, ഇനി മരണമല്ലാതെ നമ്മുടെ മുമ്പിൽ ഒന്നുമില്ല എന്നുള്ള ആ ഒരു പ്രത്യേക ഘട്ടത്തിൽ, ആ സന്ദർഭത്തിൽ ഒരു മനുഷ്യൻ അവന്റെ ഫിത്രത്ത് സലീമത്തിലേക്ക് മടങ്ങുന്ന, ഏതൊരു നിരീശ്വരവാദിയാണെങ്കിലും അവനെ നമ്മൾ തീയിലേക്ക് ഇടുന്ന സമയത്ത് പടച്ചോനെ എന്ന് പറയും. അത് ഫിത്രത്ത് സലീമത്താണ്. ഏതൊരു മനുഷ്യന്റെയും ഫിത്രത്ത് സലീമത്തിന്റെ ശുദ്ധമായ പ്രകൃതി, ആ ശുദ്ധമായ പ്രകൃതിയിലേക്ക് മടങ്ങുമ്പോൾ അപ്പോൾ എനിക്ക് അള്ളാഹ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ വേറെ ദൈവങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ആ ഈമാനെ പറ്റി ഫിത്രിയായ ഈമാൻ എന്നാണ് പറയുക. അൽ ഈമാനുൽ ഫിത്രിയു ലാ യക്ഫി. ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു തആല പറയാണ്, അൽ ഈമാനുൽ ഫിത്രിയു ലാ യക്ഫി. ഫിത്രിയായ ഈമാന് പ്രയോജനമില്ല. ഫിത്രിയായ പ്രകൃതിദത്തമായ ഫിത്രത്ത് സലീമത്തിലേക്ക് മടങ്ങുമ്പോഴുള്ള ഈമാന് കൊണ്ട് കാര്യമില്ല. മറിച്ച് കസ്ബിയായ ഈമാന് വേണം. മരണത്തെ മുഖാമുഖം കാണുമ്പോൾ മൂമിനായ പോരാ, അപ്പൻ സിർക്കെന്ന് കഴിച്ചിലായ പോരാ. അപ്പൊ അതുകൊണ്ടാണ് ആ സമയത്ത് ഈമാൻ ലായക്ഫി ആയതുകൊണ്ടാണ് ഇതേ പ്രതിസന്ധി വേള ഉണ്ടായ ആളാണ് ഇക്രിമാ റളിയല്ലാഹു തആല അൻഹു. അബൂജഹലിന്റെ പുത്രൻ ഇക്രിമാ റളിയല്ലാഹു തആല അൻഹു കപ്പലിൽ കയറി, കപ്പലാകെ പ്രശ്നമായി. ആ സമയത്ത് അവരുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ ബിംബങ്ങളെയും കടലിലേക്ക് എറിഞ്ഞു. എന്നിട്ട് ഇക്രിമാ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചു, ഈ പ്രതിസന്ധി വേളയിൽ നമ്മുടെ ബിംബങ്ങൾ നമുക്ക് സഹായകമല്ലെങ്കിൽ യഥാർത്ഥ അള്ളാഹുവിനെ മാത്രമേ ഇനി നമുക്ക് അവലംബിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒറ്റ പ്രഖ്യാപന, ഞാൻ മദീനയിലേക്ക് ചെല്ലും, എന്നിട്ട് ഞാൻ മുസ്ലിം, ഇതിൽ നിന്ന് രക്ഷപ്പെടുകയാണെങ്കിൽ ഞാൻ മദീനയിൽ ചെന്നുകൊണ്ട് റസൂലുള്ളാഹിന്റെ അടുക്കൽ പോയിട്ട് മുസ്ലിമാകും. രക്ഷപ്പെട്ടു നേരെ ചെന്നു മദീനയിൽ. എന്നിട്ട് ഫഅസ്ലമ വഹസുന ഇസ്ലാമുഹു എന്നാണ് റിവായത്തിലുള്ളത്. അവിടെ ചെന്നിട്ട് മുസ്ലിമായി, നല്ല മികച്ച ഇസ്ലാമായി. അപ്പൊ ഈ കപ്പലിൽ നിന്ന് തന്നെ മുസ്ലിമാവണില്ല. കപ്പലിലുള്ള ഈമാൻ എന്ന് പറയുന്നത് ഫിത്രിയായ ഈമാനാണ്. വഹുവ ലാ യക്ഫി. അതുകൊണ്ട് മതിയാവില്ല, അത് കാര്യമില്ല. പിന്നെ അവിടെ ചെന്നിട്ട് മദീനയിൽ ചെന്നിട്ട് ഫഅസ്ലമ വഹസുന ഇസ്ലാമുഹു എന്നാണ് റിവായത്തിൽ കാണുന്നത്. അപ്പൊ ഇവിടെ മുജാഹിദുകൾ പറയുന്നൊരു സംഗതി ഉണ്ട്. എന്താണ്? മക്കത്തെ മുശ്രിക്കീങ്ങളൊക്കെ കപ്പലിൽ കയറിയ മുസ്ലിമായിരുന്നു. അത് ശരിയല്ല. ആ ഈമാൻ അത് മാക്സിമം അത് ഫിത്രിയായ ഈമാനാണെന്നേ വരുള്ളൂ. വൽ ഈമാനുൽ ഫിത്രിയു ലാ യക്ഫി. ഫിത്രിയായ ഈമാൻ അത് കാഫിയല്ല. അതേപോലെ തന്നെ അപ്പോ ഇവര് പറയുന്നത് എന്താ വെച്ചാൽ അന്നത്തെ മുശ്രിക്കീങ്ങളെക്കാട്ടിലും വലിയ മുശ്രിക്കാണ് ഇപ്പത്തെ മുശ്രിക്ക് എന്നുള്ളത്. ഈ ആയത്താണ് ദുർവ്യാഖ്യാനം ചെയ്യുന്നത്. ദുർവ്യാഖ്യാനത്തിന്റെ കൂട്ടത്തിൽ ഒരുപാട് ദുർവ്യാഖ്യാനങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു ദുർവ്യാഖ്യാനം മാത്രം ഞാൻ പറയാം, പഠനാർഹമാക്കാൻ വേണ്ടി പറയാം. എന്താണ്? ഇതേ ഇബ്നു അബ്ദുൽ വഹാബ് തന്നെ അയാളുടെ കശ്ഫ് ശുബ്ഹാത്തിന്റെ 25-ാമത്തെ പേജിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. കശ്ഫ് ശുബ്ഹാത്തിന്റെ 25-ാമത്തെ പേജിൽ അയാൾ പറയാണ്, وعرفت أن إقرارهم بتوحيد الربوبية لم يدخلهم في الإسلام وأن قصدهم الملائكة والأنبياء والأولياء يريدون شفاعتهم والتقرب إلى الله بذلك هو الذي أحل دماءهم وأموالهم
എന്ന് പറഞ്ഞാൽ മലായിക്കത്തിനെയും അമ്പിയാക്കളെയും ഔലിയാക്കളെയും ഉദ്ദേശിച്ച് ചെല്ലുകയും അവരുടെ ശഫാഅത്ത് കാക്ഷിക്കുകയും അവരോട് അടുപ്പം കൊള്ളുകയും ചെയ്തതാണ് അവരെ രക്തം അനുവദനീയമാക്കിയത്, അവരുടെ സമ്പത്ത് മുസ്ലിമീങ്ങൾക്ക് കൊള്ളയടിക്കാൻ അനുവദിപ്പിച്ചത്. അപ്പൊ ഇസ്തിഗാസ ചെയ്യുന്ന ആൾക്കാരെ ഇവിടെ ഭൂമിയിൽ ജീവിക്കാൻ അനുവദിക്കാൻ പറ്റൂലെന്നാ സലഫികളുടെ വാദം. ഇത് ഭീകരവാദമല്ലേ? ഇത് തീവ്രവാദം തന്നെയല്ലേ? എന്നിട്ട് അതിനെ തുടർന്ന് പറയാം, അന്നല്ലദീന കഫറൂ ബിദുആഇൽ ലാത്തി മഅ കൗനിഹി റജുലൻ സാലിഹൻ ലം യജ്അലൂഹു ബിനല്ലാഹ്. ലാത്തണ്ടല്ലോ, ലാത്ത വമനാത്ത സാലിസത്തുൽ ഉഖ്റ എന്ന് ഖുർആനിൽ പറഞ്ഞ അഫറഅയ്തുമുൽ ലാത്ത വൽ ഉസ്സ വമനാത്ത സാലിസത്തുൽ ഉഖ്റ, അതിൽ പറഞ്ഞ ലാത്തനെ മുശ്രിക്കീങ്ങൾ ആരാധിച്ചിരുന്നു. ഏത് സ്ഥിതിയിൽ? ലാത്ത ഒരു സ്വാലിഹായ മനുഷ്യനാണ് എന്നേ അവർ വിശ്വസിച്ചിട്ടുള്ളൂ. ലാത്ത സ്വാലിഹായ മനുഷ്യനായിരിക്കെ ലാത്തയെ അവർ ആരാധിച്ചു. അല്ല, ലാത്ത അള്ളാന്റെ പുത്രനാണെന്നും അവർ പറഞ്ഞിട്ടില്ല. എന്നിട്ടും അവർ ലാത്ത എന്ന സ്വാലിഹായ മനുഷ്യനെ ആരാധിക്കുക വഴി അവർ മുശ്രിക്കായില്ലേ എന്നാണ് ഇയാൾ കശ്ഫ് ശുബഹാത്തിൽ ചോദിക്കുന്ന ചോദ്യം. ഈ ചോദ്യം ഇന്ന് നമ്മളെ നാട്ടിലുള്ള സലഫികളും വഹാബികളും നിരന്തരമായി സംവാദങ്ങളിലും പ്രസിദ്ധീകരണങ്ങളിലും പ്രഭാഷണങ്ങളിലും കവലകളിലും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ പറഞ്ഞ ലാത്ത വലിയൊരു സ്വാലിഹായ മനുഷ്യനായിരുന്നില്ലേ? മമ്പറന്തങ്ങൾ സ്വാലിഹായ മനുഷ്യനായതുപോലെ, മുഹിയുദ്ദീൻ ഷെയ്ഖ് സ്വാലിഹായ മനുഷ്യനായതുപോലെ ലാത്തയും സ്വാലിഹായ മനുഷ്യനാണ്. എന്നിട്ടും ആ ലാത്തയുടെ ശഫാഅത്ത് കിട്ടാൻ വേണ്ടി സമീപിച്ചതിന്റെ പേരിൽ അവർ മുശ്രിക്കാണെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? അതേപോലെ തന്നെയല്ലേ ഇന്നത്തെ സുന്നികളും? ഇവിടെ വലിയൊരു ചരിത്രപരമായ അട്ടിമറി നടത്തിയിട്ടുണ്ട്. എന്താണത്? ലാത്ത എന്ന് പറയുന്നത് സ്വാലിഹായ മനുഷ്യനാണോ? ആണോ? ഇസ്മായിൽ നബി, ഇബ്രാഹിം നബി ഒക്കെ കാര്യപ്പെട്ട ആൾക്കാരാണ്. ലാത്ത സ്വാലിഹായ മനുഷ്യനാണോ? നമ്മൾ ശ്രദ്ധിക്കണം. ഏതൊരു മുജാഹിദ് നമ്മോട് സംസാരിക്കുമ്പോൾ, ഞാൻ തന്നെ പല സ്ഥലത്തും എന്റെ അനുഭവം, ഇപ്പോൾ അടുത്ത് കാസർഗോഡ് ഒരു സ്ഥലത്ത് പ്രസംഗിക്കുന്ന ഒരു സ്ഥലത്ത് ഇതേപോലെ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് ആദ്യം വന്ന ചോദ്യം ഇതായിരുന്നു: ലാത്തയെ ആരാധിച്ച മുശ്രിക്കീങ്ങൾ അദ്ദേഹം ഒരു സ്വാലിഹായ മനുഷ്യനായിരുന്നില്ലേ? ഞാൻ ഒറ്റ ചോദ്യം ചോദിച്ചു, ലാത്ത സാലിഹാണെന്ന് ആരാ പറഞ്ഞത്? ലാത്ത സാലിഹാന്ന് ആരാ പറഞ്ഞത്? ലാത്തയെ സംബന്ധിച്ച് എന്താണ്? അന്നബി സാലിഹിൻ ഫീ ഖൗലിഹി അല്ലാത്ത് ഖാല അല്ലാത്ത് അല്ലദീ കാന യഖൂമു അലാ ആലിഹതി. ലാത്ത എന്നുള്ളത് ഖിറാത്തുമായി ബന്ധപ്പെട്ട വേറെ ചർച്ച ഉണ്ട്. അത് ശബ്ദാണോ ശബ്ദില്ലാതെയാണോ താ ഉച്ചരിക്കേണ്ടത്, അത് വേറെ ചർച്ചയാണ്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. അല്ലാത്ത് അല്ലദീ കാന യഖൂമു അലാ ആലിഹതിഹിം യലുത്തു ലഹുമുസ് സവീഖ വകാന ബിത്തായിഫി. ലാത്ത എന്ന് പറയുന്നത് ബിംബത്തിന്റെ ഒരു ഹാദിമായിരുന്നു, ക്ഷേത്ര പൂജാരിയായിരുന്നു എന്നാണ്. ക്ഷേത്ര പൂജാരിയായ ഒരു മനുഷ്യനെ പറ്റി നമുക്കെങ്ങനെ സ്വാലിഹായ മനുഷ്യൻ എന്ന് പറയാൻ പറ്റുക? സ്വാലിഹ് എന്ന് പറഞ്ഞാൽ ആരാ? ക്ഷേത്ര പൂജാരികൾ സ്വാലിഹാണോ? അപ്പൊ ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എഴുതി വെച്ച ഈ അബദ്ധം ഇന്നും നമ്മളെ നാട്ടിലുള്ള മുജാഹിദുകൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലാത്ത സ്വാലിഹായിരുന്നു. അപ്പൊ ഇങ്ങനെ ചരിത്രപരമായ വക്രീകരണങ്ങൾ, ദുരാരോപണങ്ങളുമായിട്ടാണ് ഇവര് വന്നത്. അങ്ങനെ കാഫിറാക്കി. അതേതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാ ഹുക്മ ഇല്ലാ ലില്ലാ എന്ന് ഖവാരിജികൾ പറഞ്ഞല്ലോ. അലിയാർത്തങ്ങളും മുആവിയ റളിയല്ലാഹു തആല അൻഹും തമ്മിൽ പ്രശ്നം തീർക്കാൻ വേണ്ടി മധ്യസ്ഥന്മാരെ നിയമിച്ച ആ സന്ദർഭത്തിൽ ഖവാരിജികൾ പറഞ്ഞൊരു വാക്കാണ് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ലാ ഹുക്മ ഇല്ലാ ലില്ലാ, അല്ലാഹുവിന് മാത്രമേ ഹുക്മിന് അധികാരമുള്ളൂ. ഇത് കേട്ടപ്പോൾ അലിയാർത്തങ്ങൾ പറഞ്ഞെന്താ? കലിമത്തു ഹഖിൻ ഉരീദ ബിഹൽ ബാത്തിൽ. സംഗതി നല്ല വാക്കാണ്, പക്ഷേ അതുകൊണ്ട് ഉദ്ദേശിച്ചത് അബദ്ധമാണ്, പോയത്തമാണ്. അതേ പോയത്തിന്റെ ഒരു സാമ്പിളാണ് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം. കേൾക്കുമ്പോൾ നല്ലതാന്ന് തോന്നിപ്പോകും, പക്ഷെ അവർ ഉദ്ദേശിക്കുന്നത് ദുരൂഹമാണ്. ഇങ്ങനെ മുസ്ലിമീങ്ങളെ കാഫിറാക്കുക എന്നുള്ള ഏർപ്പാട്. അങ്ങനെ കാഫിറായി കഴിഞ്ഞാൽ പിന്നെ അവരെ കൊള്ളയടിക്കാൻ പറ്റും, അവരുടെ മുതൽ അപഹരിക്കാൻ പറ്റും. ഇത് ഞാൻ വെറുതെ പറയല്ല. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ശബാബ് മാസികയാണിത്, ശബാബ് വാരിക, 2015 ജനുവരി ലക്കം ശബാബ് വാരികയിൽ 9-10 പേജുകളിൽ അവർ പറയുന്നത് എന്താണ് കണ്ടോ? ഇതിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ഇസ്ലാമിക വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആദിമ വിശുദ്ധിയോടെ പുലർത്തണമെന്നും പ്രവാചകനു ശേഷം മതത്തിൽ നിർമ്മിക്കപ്പെട്ട വിശ്വാസ ആചാരങ്ങൾ വർജിക്കണമെന്നും ആഹ്വാനം ചെയ്ത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിലേക്ക് ചേർത്തിയാണ് വഹാബിസം എന്ന സംജ്ഞ രൂപപ്പെട്ടത്. അതേസമയം വഹാബിസത്തിന്റെ ജൈവ പ്രകൃതമായി വിശേഷിപ്പിക്കപ്പെടുന്ന കക്ഷിത്വമോ
പരമശത്രുതയോ കേരളത്തിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തന പരിപാടികളിൽ പ്രതിഫലിച്ചില്ല. അപ്പൊ വഹാബിസത്തിന്റെ ജൈവ പ്രകൃതമാണ് കക്ഷിത്വം, പരമശത്രുത, എതിരാളികളെ ശത്രുവായിട്ട് കാണുക. അത് അവരുടെ ജൈവ പ്രകൃതിയാണ്. എന്നിട്ട് കണ്ടോ, തുടർന്ന് പറയാം, ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് മലബാറിൽ നേതൃത്വം നൽകിയ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, കെ എം മൗലവി, കെ മൊയ്തു മൗലവി തുടങ്ങിയവർ വഹാബി ആശയക്കാരായിരുന്നു. എന്നാൽ മലബാർ കലാപത്തിലെ സുപ്രധാന നായകന്മാരായ ആലി മുസ്ലിയാർ, വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജി തുടങ്ങിയവർ പാരമ്പര്യ മുസ്ലിങ്ങളായിരുന്നു. വിശ്വാസ ആചാര കാര്യങ്ങളിൽ പരസ്പര വിരുദ്ധമായ ചേരികളായിരുന്നിട്ട് പോലും ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ അവർക്ക് ഒന്നിക്കാൻ കഴിഞ്ഞു എന്നതിൽ നിന്നു തന്നെ മറ്റു വിശ്വാസ മാർഗങ്ങൾ ശ്രദ്ധിക്കണം, മറ്റു വിശ്വാസ മാർഗങ്ങളെ മതവിരുദ്ധമായി കാണുന്ന തീവ്ര വഹാബിസം അവരെ സ്വാധീനിച്ചിരുന്നില്ലെന്ന് വ്യക്തം. മനസ്സിലായില്ല? കേരളത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ സുന്നിയാളുണ്ടായിരുന്നു, വഹാബിയാളുണ്ടായിരുന്നു. പക്ഷേ തീവ്ര വഹാബിസം അഥവാ മറ്റു വിശ്വാസികളെ അവരെ മതവിരുദ്ധമായി കാണുന്ന, മറ്റു വിശ്വാസ മാർഗങ്ങളെ മതവിരുദ്ധമായി കാണുന്ന തീവ്ര വഹാബിസം, ആ തീവ്ര വഹാബിസമാണ്. അത് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ ഉണ്ടായിട്ടില്ല, പക്ഷെ വഹാബിസത്തിൽ അത് ഉണ്ട് എന്നാണ് ഈ ലേഖനത്തിൽ പറഞ്ഞു വരുന്നത്. ഞാൻ മുഴുവൻ വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട്. അപ്പൊ ഈ തീവ്ര വഹാബിസം എന്ന് പറയുന്ന വഹാബിസത്തിന്റെ പ്രയോക്താവാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. അതിന് അദ്ദേഹം ചെയ്ത ഒരുപാട് നിഷ്ഠൂര കാര്യങ്ങളുണ്ട്. 10,000-കണക്കിന് മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കുകയുണ്ടായി, റൗള ഷരീഫിനെ പോലും കൊള്ളയടിക്കുകയുണ്ടായി, അവിടെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ കൊള്ളയടിച്ച് കൊണ്ടുപോവുകയുണ്ടായി. അയാളെ പ്രസിദ്ധനാക്കിയത് എന്താണെന്നറിയും? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ലോകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ലോകത്ത് അറിയപ്പെടുത്തിയ സംഭവം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ, മഹാനായ സെയ്ദ് ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു സഹോദരനായ സെയ്ദ് ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മുസൈലിമത്ത് കദ്ദാബുമായിട്ടുള്ള യുദ്ധത്തിൽ ഷഹീദായ സഹാബിയാണ്. ആ സഹാബിയെ സെയ്ദ് ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബർസ്ഥാൻ, അവിടുത്തെ മഖാമ് ഉള്ളത് നജ്ദിലായിരുന്നു. ആ നജ്ദിലുള്ള ഖബർസ്ഥാന് 100 കണക്കിന് ആളുകളുമായിട്ട് ചെന്നിട്ട് അത് മഴ ഉപയോഗിച്ചിട്ട് തച്ചാണ് പൊളിച്ചു എന്ന് പറഞ്ഞത്. അതിനയാൾ പറഞ്ഞ കാരണം എന്താണെന്ന് വെച്ചാല്, നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുബ്ന അൽ ഖുബൂർ, ഖബർ കെട്ടിപ്പടുക്കലിനെ അല്ലാഹുവിന്റെ റസൂൽ വിരോധിച്ചു എന്ന്. ഈ ഹദീസാണ് അതിന് തെളിവാക്കുന്നത്. ഖബർ കെട്ടിപ്പടുക്കലിനെ അല്ലാഹുവിന്റെ റസൂൽ വിരോധിച്ചു. യഥാർത്ഥത്തിൽ ഖബർ കെട്ടിപ്പടുക്കലിനെ വിരോധിച്ചു എന്ന് പറയാനതിൻ്റെ ഒരു കാരണമുണ്ട്. അത് മറ്റു മുസ്ലിമീങ്ങളെ സ്ഥലം അപഹരിക്കലുണ്ടായതുകൊണ്ട്, അതാണ് ഇതിന്റെ ഇല്ലത്ത്. അപ്പൊ ആ ഇല്ലത്തുള്ളടത്തേക്കേ ആ ഹുക്കുമുള്ളൂ. ആ ഇല്ലത്തില്ലാത്ത സ്ഥലത്ത് ആ ഹുക്കുമില്ല. അപ്പൊ റൗള ഷരീഫിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചുമരുണ്ടാക്കിയിട്ടില്ലേ? ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ചുമരുണ്ടാക്കിയിട്ടില്ലേ? അതുപോലെ തന്നെ മേൽത്തട്ടുണ്ടാക്കിയിട്ടില്ലേ? അതൊക്കെ മുസ്ലിം ലോകം ഒരാളും എതിർക്കാതെ, സ്വഹാബത്ത് എതിർത്തില്ല, താബിഈങ്ങൾ എതിർത്തില്ല, ഒരാളും എതിർത്തില്ല. കാരണം അവിടെ തളീഖുൻ അലന്നാസ് എന്ന പ്രശ്നം വരുന്നില്ല. അപ്പൊ ആ ഇല്ലത്ത് ഇല്ലാത്തടത്തേക്ക് ആ ഹുക്കുമ് ബാധകം അല്ല. ഏതുപോലെ? ഒരു ഉദാഹരണം പറയാം. അതേ ഇല്ലത്തുള്ള വേറൊരു ഹദീസ്, നഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യബീഅൽ ഹാദിറു ലിബാദിൻ, മലഞ്ചെരുവിൽ നിന്ന് ചരക്കുമായിട്ട് വരുന്ന ഗ്രാമീണനു വേണ്ടി നഗരവാസിയായ മനുഷ്യൻ കച്ചവടം നടത്തി കൊടുക്കുന്നതിനെ റസൂലുള്ളാഹി വിരോധിച്ചു. എന്താ ഇതിന് കാരണം പറഞ്ഞത്? ഗ്രാമീണവാസി ഇവിടെ വന്നുകാണ്ട് അവന്റെ ചരക്ക് പെട്ടെന്ന് വിറ്റ് തീർക്കുമ്പോൾ നമുക്ക് വളരെ ലാഭത്തിന് വാങ്ങാൻ പറ്റും. കാരണം ഓർക്ക് അവന്റെ ചരക്ക് വേഗം വിറ്റ് തീർന്ന് വേഗം പോകേണ്ടി വരും. അപ്പൊ ലാഭത്തിന് നമുക്ക് സാധനം കിട്ടും, ജനങ്ങൾക്ക് ലാഭത്തിൽ സാധനം കിട്ടും. അതേസമയത്ത് അവന് വേണ്ടി ഈ നാട്ടുകാരൻ ഒരുപാട് ദിവസങ്ങളായിട്ട് വിറ്റ് തീർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ ആ ലാഭത്തിൽ ജനങ്ങൾക്ക് ചരക്ക് കിട്ടൂല. അത് ജനങ്ങളെ പ്രയാസപ്പെടുത്തലാണ്. അപ്പൊ ജനങ്ങളെ പ്രയാസപ്പെടുത്തലുണ്ടായതുകൊണ്ട് അങ്ങനെയുള്ള കച്ചവടത്തെ റസൂലുള്ളാഹി വിരോധിച്ചു എന്ന് ഹദീസിൽ കാണാം. മുസ്ലിമിലൊക്കെ ഹദീസ് ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ ഇല്ലത്ത് തളീഖുൻ അലന്നാസാണ്, ജനങ്ങളെ പ്രയാസപ്പെടുത്തലാണ്. ജനങ്ങളെ പ്രയാസപ്പെടുത്തലില്ലെങ്കിലോ, ഉദാഹരണം, ഈ കൊണ്ടുവരുന്ന ചരക്ക് ഇവിടെ അങ്ങനെ ആവശ്യമുള്ള സാധനമൊന്നുമല്ല, ഈ നാട്ടുകാർക്ക് ആവശ്യമുള്ള സാധനമല്ല, ഹാജത്ത് ആമല്ലാത്തൊരു സാധനമാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിന് വിരോധമില്ല. കാരണം അവിടെ തളീഖുൻ അലന്നാസ് ഇല്ല, ഇല്ലത്തില്ല. അപ്പൊ ഇല്ലത്ത് എന്ന കാരണം ഇല്ലാത്തത് കൊണ്ട് ആ ഹുക്കുമിന് പ്രാബല്യമില്ല. എന്നതുപോലെ ഖബർ കെട്ടിയുയർത്തൽ നിഷിദ്ധമാണ് അല്ലെങ്കിൽ കറാഹത്താണെന്ന് പറഞ്ഞ ഇല്ലത്ത് ഇല്ലെങ്കിൽ പിന്നെ ആ നിയമം ഇല്ല. അതിന്റെ അടിസ്ഥാനത്തിൽ റൗള ഷരീഫിൽ എന്തെല്ലാം പരിഷ്കരണങ്ങൾ നടന്നു.
ആ റൗള ഷരീഫ് കൊത്തിപ്പൊളിക്കും എന്ന് മുഹമ്മദ് അബ്ദുൽ വഹാബ് പറഞ്ഞിരുന്നു. പക്ഷേ മുസ്ലിം ലോകത്തിന്റെ പ്രതിഷേധം ഭയന്നുകൊണ്ടാണ് അവൻ അത് ചെയ്യാതിരുന്നത്. ഇന്നിപ്പോ നമ്മളെ നാട്ടിൽ സക്കരിയ സലാഹി എല്ലാ സ്ഥലത്തും പോയി പ്രസംഗിച്ചത് ഇപ്പൊ അയാൾ എവിടെയെന്നുള്ളത് അറിയില്ല. അയാൾ എല്ലാ സ്ഥലത്തും പോയി പ്രസംഗിച്ചത് എന്താണ്? റൗള ഷരീഫ് KNM-നെങ്ങാനും അധികാരം കിട്ടുകയാണെങ്കിൽ ആദ്യത്തെ പ്രഖ്യാപനവും നടപടിയും റൗള ഷരീഫിന്റെ പച്ചക്കുബ്ബ തച്ചു തകർക്കലായിരിക്കും. أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله لا حول ولا لا حول ولا قوة إلا بالله العلي العظيم لا حول ولا لا حول ولا قوة إلا بالله العلي العظيم الله أكبر الله أكبر لا إله إلا الله വളരെ ചുരുക്കി ഇതാക്കാണ്. ഇവിടെ വേറെയും പരിപാടികൾ ഉണ്ടായതുകൊണ്ട്. അപ്പോ മുജാഹിദിന്റെ ഒരു പുസ്തകമുണ്ട്. അതിൽ പറയുന്നുണ്ട് വിഗ്രഹധ്വംസനം അഥവാ ഖബർ പൊളിക്കൽ. അതിൽ പറയുന്നുണ്ട് എടവണ്ണ പള്ളിയിലെ മക്ബറയിലുള്ള വലിയൊരു കെട്ടിയുയർത്തിയ ഒരു കാര്യപ്പെട്ട ഖബറുണ്ടായിരുന്നു. ആ ഖബർ ജുമാ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടിയാണ് പോയിട്ട് അങ്ങോട്ട് പൊളിച്ചു എന്നാണ് പറഞ്ഞത്. അതിന് വിഗ്രഹധ്വംസനം എന്നാണ് മുജാഹിദുകൾ അവരുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. വിഗ്രഹധ്വംസനം, മഹാന്മാരുടെ ഖബറുകൾ കെട്ടിയുയർത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബർ കെട്ടിയുയർത്തലിനെ വിരോധിച്ചു എന്ന് പറഞ്ഞത് തളീഖുൻ അലന്നാസ് ഉള്ളിടത്തേക്കാണ്. അതേസമയത്ത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാത്ത മഹാന്മാരുടെ ഖബറുകളാണെങ്കിൽ അവിടേക്ക് ആ നിയമം ബാധകം അല്ല. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് റൗള ഷരീഫ് എന്നുള്ളത്. അതിന് ഏറ്റവും വലിയ തെളിവ് റൗള ഷരീഫ്. ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ബനൽ ജിദാറ, റൗള ഷരീഫിന് ചുറ്റിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയുടെ ആ റൂമിന് ചുമരു നിർമ്മിച്ചു. ബിനാ ഹറാമായിരുന്നുവെങ്കിൽ ഉമർ തങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമോ? ഉമർ ബിൻ അബ്ദുൽ അസീസ് മുതൽക്ക് ഒരുപാട് ഖലീഫമാര് ആ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല, തീർന്നില്ല. സഹീഹുൽ ബുഖാരിയിൽ തന്നെ കാണാം, ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ചിരുന്ന മസ്ജിദുകളിൽ നിസ്കരിക്കുവാൻ താല്പര്യം കാണിക്കാറുണ്ടായിരുന്നു എന്ന് വിശദീകരിക്കുന്ന നീണ്ട ഒരു ഹദീസുണ്ട്. ആ ഹദീസിൽ ഒരു സ്ഥലത്ത് ഒരു പള്ളിയെ പറ്റി പറയുന്നുണ്ട്. ആ പള്ളി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ചു. ഇൻദഹു, ആ പള്ളിയുടെ അരികിലുണ്ടായിരുന്നു സലാസത്തു ഖുബൂരിൻ, 3 ഖബറുകൾ ഉണ്ടായിരുന്നു. ആ ഖബറിന്റെ മേൽ കല്ലിന്റെ പടവ് ഉണ്ടായിരുന്നു. കല്ലിങ്ങനെ ഒന്നിന് മുകളിൽ ഒന്നായി വെച്ച് പടുത്തുയർത്തിയ കല്ലുകൾ ആ ഖബറിന്റെ മുകളിൽ ഉണ്ടായിരുന്നു. ബിനാ ഉണ്ടായിരുന്നു. ബിനാ മിനൽ ഹിജാറത്തി അൽ അദീമ, വലിയ കല്ലിന്റെ എടുപ്പ് ആ ഖബറുകളുടെ മുകളിൽ ഉണ്ടായിരുന്നു. എന്തേ നബി തങ്ങളത് പൊളിക്കാൻ വേണ്ടി പറഞ്ഞില്ല? അപ്പോ ചില സ്ഥലത്ത് ഖബറുകൾ കെട്ടിയുയർത്തൽ ആവശ്യമായി വരുന്ന സന്ദർഭത്തിൽ, അതിനൊരുപാട് സന്ദർഭങ്ങളുണ്ട്. അത് നിർബന്ധമായ സ്ഥലങ്ങളുണ്ട്, അനുവദനീയമായ സ്ഥലങ്ങളുണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങൾ ഉള്ള സാഹചര്യമാണെങ്കിൽ
അവിടെ ഖബറുകൾ കെട്ടിയുയർത്താം. പക്ഷേ ഈ ഇല്ലത്തൊന്നും മനസ്സിലാക്കാതെ ഈ ഹദീസിന്റെ കേവലം അക്ഷരത്തെ, ഹർഫിനെ മാത്രം വായിച്ചിട്ട് അതിന്റെ മുറാദ് എന്താണ്, അതിന്റെ ഇല്ലത്ത് എന്താണ് എന്നൊക്കെ പ്രാമാണികരായ ഇമാമുമാർ വിശദീകരിച്ചതിനെ അവലംബിക്കാതെ ഹദീസിനെ നോക്കിക്കണ്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ നടത്തിയ മറ്റൊരു സംഭവമാണ് തബ്ദീഅ്, മുസ്ലിമീങ്ങളെ പുത്തൻവാദികളാക്കുക. ഏതൊരു പുതിയ വിഷയം വന്നാലും, ഒരു പുണ്യകർമ്മം, പുണ്യമുള്ള കർമ്മമാവട്ടെ അല്ലാത്തതാവട്ടെ, അത് റസൂലുള്ളാഹിന്റെ കാലത്ത് ഇല്ല എന്ന് പറഞ്ഞിട്ട് പുണ്യകർമ്മങ്ങൾ നബിയുടെ കാലത്ത് അതിന്റെ ആരും ഇല്ല എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളെ പുത്തൻവാദികളാക്കി. നബിദിനാഘോഷമൊക്കെ അതിന് ഉദാഹരണമാണ്. ഇനി റബീഉൽ ആസം വരുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ നാടാകെ നോട്ടീസായിരിക്കും, നബിദിനാഘോഷം ബിദ്അത്ത് തന്നെ. നബിദിനം ആഘോഷിക്കുന്നവരോട് സ്നേഹപൂർവ്വം, ഇങ്ങനെയൊക്കെയാണ് അവരുടെ നോട്ടീസുകൾ ഉണ്ടാവാറുള്ളത്. അതിനവർ പറഞ്ഞ കാരണം എന്താ വെച്ചാൽ, ഒരു പുണ്യം കിട്ടുന്ന ഒരു അമൽ നബിയുടെ കാലത്ത് അതിന്റെ രൂപം ഇല്ല എങ്കിൽ അത് ബിദ്അത്താണ്, ഹറാമാണ്. യഥാർത്ഥത്തിൽ ഇത് ഹദീസിനെതിരാണ്. ഹദീസിൽ എന്താ ഉള്ളത്? ഹദീസിൽ ഒരു കാര്യം ബിദ്അത്താവാൻ രണ്ട് നിബന്ധന പറഞ്ഞിട്ടുണ്ട്. മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. വല്ലവനും നമ്മുടെ ഈ കാര്യത്തിൽ ഒരു പുതുതായ കാര്യം ആരംഭിച്ചാൽ, മാ ലൈസ മിൻഹു, ദീനിന്റെ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ ഒരു പുതിയ കാര്യങ്ങൾ ആരംഭിച്ചാൽ ഫഹുവ റദ്ദുൻ, അതാണ് തള്ളപ്പെടേണ്ടത്. അപ്പൊ തള്ളപ്പെടേണ്ടത് എന്ന് പറയുന്നത് രണ്ട് നിബന്ധനകൾ പാലിക്കണം. ഒന്നത് മുഹദസായിരിക്കണം, രണ്ടത് മുഖാലിഫുല്ലിൽ അതില്ല, പ്രമാണങ്ങളോട് വിരുദ്ധമായിരിക്കണം. ഈ രണ്ട് നിബന്ധനകൾ സമ്മേളിക്കുമ്പോൾ മാത്രമേ ഒരു സംഗതി ബിദ്അത്താകുകയുള്ളൂ, അനാചാരമാകുകയുള്ളൂ, പുത്തനാശയമാകുകയുള്ളൂ. എന്നാൽ അതിൽ നിന്ന് ഒരു നിബന്ധന മാത്രം എടുക്കുകയും മറ്റേ നിബന്ധനയെക്കുറിച്ച് മൗനം പുലർത്തുകയും ചെയ്തുകൊണ്ടാണ് ഇവർ ബിദ്അത്ത് ആരോപിക്കുന്നത്. അത് പുണ്യകർമ്മങ്ങളിൽ മാത്രമാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഒക്കെ ചെയ്തത്. ഒരുപാട് കാലത്തെ വഹാബികൾ പുണ്യകർമ്മങ്ങളിൽ മാത്രമാണ് ഇത് ചെയ്തത്. പക്ഷേ ജീവിത രീതിയിൽ വരെ നബിയുടെ അതേ ജീവിത ശൈലി മാത്രമേ പറ്റുകയുള്ളൂ, അല്ലാത്തതൊക്കെ ബിദ്അത്താണ്, ഹറാമാണ്, നരകമാണ് എന്ന ഏറ്റവും അതിതീവ്രമായ സലഫിസത്തിലേക്കാണ് പുതിയ തലമുറ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ദമ്മാജ് എന്ന് പറഞ്ഞിട്ട് യമനിൽ കേന്ദ്രീകരിച്ച്, ദമ്മാജ് എന്നൊരു സ്ഥലമുണ്ട് അവിടെ ഒരു മുഖബിൽ വാദഈ എന്ന് പറഞ്ഞിട്ട് ഒരു സലഫി പണ്ഡിതൻ, അയാൾ മരിച്ചുപോയിട്ടുണ്ട്. അയാൾ സ്ഥാപിച്ച ദാറുൽ ഹദീസ് എന്ന ആ ഒരു കോളേജിന്റെ കീഴിൽ പഠിക്കുന്ന ഒരു പുതിയ സലഫി മൂവ്മെന്റ്. ആ മൂവ്മെന്റാണ് തീവ്ര സലഫിസം. അവർ പറയുന്നത് പുണ്യകർമ്മത്തിൽ മാത്രമല്ല, ജീവിത ശൈലിയിൽ വരെ നബിയുടേത് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി മൊബൈലിൽ സലാം പറയാൻ പറ്റൂല, മൊബൈലിൽ സംസാരിക്കാൻ പറ്റില്ല, കാരണം റസൂലുള്ളാഹിന്റെ കയ്യിൽ മൊബൈൽ ഉണ്ടായിട്ടില്ല. മൈക്കയിൽ ഖുത്ബ പാടില്ല എന്ന് പറയുന്നുണ്ടല്ലോ ചില ആൾക്കാർ, അല്ലേ? മൈക്കയിൽ ഖുത്ബ പാടില്ല, അത് സഹീഹല്ല. എന്നാൽ സംവാദത്തിലുണ്ടോന്ന് വെച്ചാൽ അതിനൊരു തയ്യാറുമില്ല. അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പൊ വാട്സപ്പിലൊക്കെ നമ്മൾ ഹൈത്തമി ഞങ്ങളൊക്കെ സംവാദത്തിലൊക്കെ പലവട്ടം വിളിച്ചാണ്, പക്ഷെ അവർ തയ്യാറാവില്ല. സമസ്തന്റെ ലെറ്ററേറ്റ് വരിയെന്നാ പറയാം. നമ്മൾ സംവാദം നടത്താൻ, ഞങ്ങൾ ദാരിമിയാണോ ഹൈത്തമിയാണോ സംവാദം നടത്താൻ സമസ്തന്റെ ഉസ്താദ്മാർ ലെറ്റർ കൊടുക്കുമോ? അവർക്ക് വേറെ പണിയൊന്നുമില്ല. അപ്പോ എന്നതുപോലെ മൈക്കിൽ സംസാരിക്കാൻ പറ്റൂല, കാറിൽ സഞ്ചരിക്കാൻ പറ്റില്ല, വിമാനത്തിൽ പോകാൻ പാടില്ല. കാരണം ഖുർആൻ പറഞ്ഞ എന്താ? وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتون من كل فج عميق يأتين من كل فج عميق. ഇബ്രാഹിം നബിയെ അവരോട് ഹജ്ജ് കൊണ്ട് വിളിയാൾ നടത്തുക, ദുർഘടമായ വഴികളിലൂടെ മെലിഞ്ഞ ഒട്ടകപ്പുറത്തും കാൽനടയായിട്ടും അവർ വരുന്നതാണ്. അപ്പൊ ഹജ്ജിന് വരേണ്ടത് ദുർഘടമായ വഴികളിലൂടെയായിരിക്കണം എന്നാ ഖുർആനിലുള്ളത്. അത് തന്നെ മെലിഞ്ഞ ഒട്ടകപ്പുറത്തായിരിക്കണം എന്നാണ് ഖുർആനിലുള്ളത്. അല്ലെങ്കിൽ കാൽനടയായിട്ടായിരിക്കണം, വിമാനത്തിൽ പോകാൻ പാടില്ല. റസൂലുള്ളാഹി വിമാനത്തിൽ പോയിട്ടുണ്ടോ? സ്വഹാബത്ത് ആരെങ്കിലും പോയിട്ടുണ്ടോ? സലഫികൾ ആരും പോയിട്ടില്ല, സലഫ് സ്വാലിഹികൾ പോയിട്ടില്ല. അതുകൊണ്ട് സലഫികളായ ഞങ്ങളും പോകൂല. ഇങ്ങനെ ജീവിത രീതിയിൽ വരെ ഈ ഒരു രീതി സ്വീകരിക്കുന്ന അതിതീവ്ര സലഫിസത്തിലേക്കാണ് ഇന്ന് പുതിയ സലഫിസം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇവർക്ക് സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സംഗതി ബിദ്അത്താവാനുള്ള മാനദണ്ഡം രണ്ടാണ്. ഒന്ന്, അത് പിൽക്കാലത്തുള്ളതാവണം. രണ്ട്, അത് പ്രമാണവിരുദ്ധമാവണം. ഈ രണ്ട് മാനദണ്ഡത്തെ, നിബന്ധനയെ കുറിച്ച് മനസ്സിലാക്കാത്തതിന്റെ പേരിലാണ് ഇവർ ബിദ്അത്ത് ആരോപണവുമായിട്ട് കടന്നു വന്നത്. എന്നിട്ട് ഇപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ തീവ്ര സലഫിസം എന്ന് പറഞ്ഞാൽ ഈ ബിദ്അത്ത് ആരോപണത്തിന് മൂർച്ച കൂടിയതാണ് എന്ന നമ്മുടെ ഈ വിമർശനത്തിന് മറുപടി, അതിന്
മറുപടി പറയാൻ വേണ്ടി ഇവർ പറയുന്നത് അത് തീവ്ര സലഫിസമല്ല, അത് തീവ്ര ആത്മീയതയാണെന്നാണ്. തീവ്ര ആത്മീയത അഥവാ തസവുഫ് മൂത്തതാണ്. അല്ല, തസവുഫ് മൂക്കുന്നത് തെറ്റല്ല. ഒരാളിപ്പോ എന്ത് ചെയ്തു, ഈ ദുനിയാവിന്റെ പളപളപ്പിലൊന്നും എനിക്ക് താല്പര്യമില്ല, ഇവിടെ ഈ ഒച്ചപ്പാടിലും ബഹളത്തിലൊന്നും ഞാൻ പങ്കെടുക്കുന്നില്ല, ഞാൻ കാട്ടിൽ പോയിട്ട് ഒറ്റയ്ക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചാൽ അത് തീവ്രമായ ആത്മീയതയാണ്. അത് തെറ്റാണോ? അത് തെറ്റല്ല. പക്ഷെ അതല്ല ഇവർ ചെയ്യുന്നത്. ഇവർ ചെയ്യുന്നത് മുസ്ലിമീങ്ങൾ ഇന്ന് അനുവർത്തിക്കുന്ന ഈ ജീവിത രീതി ബിദ്അത്താണെന്നുള്ള ആരോപണം. അത് സലഫിസമാണ്, തീവ്ര സലഫിസമാണ്. അപ്പോൾ ഇവർ പോയത് തീവ്ര സലഫിസത്തിലേക്കാണ്, അതല്ലാതെ തീവ്ര ആത്മീയതയിലേക്കല്ല, തസവുഫിന്റെ ഉന്നത രീതിയിലേക്കല്ല. അതിനൊരുപാട് ഉദാഹരണങ്ങൾ പറയാൻ കഴിയും. ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞു നിർത്താം. മഹാനായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു എന്താ ചെയ്തിരുന്നത്? സ്വഹാബത്തിനെ ചീത്ത പറയായിരുന്നു. സമ്പാദ്യം ഉണ്ടാക്കുന്ന ആൾക്കാരെ ചീത്ത പറയും. നാളേക്ക് എടുത്താക്കാൻ പാടില്ല, അത് തെറ്റാണ്, എല്ലാം ഇന്ന് തന്നെ ചെലവാക്കണം, നാളേക്ക് സൂക്ഷിക്കാൻ പാടില്ല. അതിന്റെ പേരിൽ ഖലീഫ ബഹുമാനപ്പെട്ടവരെ മദീനയിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടി പറഞ്ഞു. അത് അദ്ദേഹത്തിന്റെ ബഹുമാനപ്പെട്ടവരുടെ തീവ്രമായ ആ ദുന്യാവിനെ വെടിഞ്ഞ് ജീവിക്കുന്ന ആ ആത്മീയതയുടെ ഉന്നതഭാവമായിരുന്നു. അത് തെറ്റാന്ന് ഒരു ഇമാമും പറഞ്ഞിട്ടില്ല. പക്ഷെ അത് പ്രായോഗികമാക്കാൻ പറ്റൂല എന്നുള്ളത് മാത്രം, എല്ലാവരും അടിച്ചേൽപ്പിക്കാൻ പറ്റൂല എന്ന് മാത്രം. അതുകൊണ്ടാണ് നാട് വിടാൻ വേണ്ടി പറഞ്ഞത്. അപ്പൊ തീവ്ര ആത്മീയത അത് തെറ്റല്ല. അതല്ല ഇവിടുത്തെ മുജാഹിദുകൾക്ക് സംഭവിച്ചത്. ഇവർ ആടുമേക്കാനും കാട്ടിൽ കയറാനും സാഹചര്യം ഒരുക്കിയത് നാട്ടിലുള്ള പ്രവർത്തനങ്ങൾ ബിദ്അത്താണ് എന്നുള്ള ആരോപണമാണ്. ഈ ബിദ്അത്തല്ലാത്തതിനെ ബിദ്അത്താക്കുന്നു, കാഫിറല്ലാത്തവരെ കാഫിറാക്കുന്നു, സാലിഹീങ്ങളോടുള്ള ബന്ധത്തെ മുസ്ലിമീങ്ങളിൽ നിന്ന് അറുത്തുമാറ്റുന്നു. അതുപോലെ തന്നെ പ്രമാണങ്ങളെ കേവലം അക്ഷരവായനയിൽ ഒതുക്കുന്നു, പ്രമാണങ്ങളെ മനസ്സിലാക്കാൻ പ്രാമാണികരെ അവലംബിക്കാതെ സ്വയം വ്യാഖ്യാനിക്കുന്നു. ഇത്തരം പ്രവണതകളാണ് സലഫിസത്തിന്റെ അടിത്തറ. അതാണ് അവരെ പിഴച്ച സലഫിസത്തിലേക്കും തീവ്ര സലഫിസത്തിലേക്കും നയിക്കുന്നത് എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് വാക്ക് നിർത്തുന്നു.